രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി തലത്തിൽ അന്വേഷണം നടത്താതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ അച്ചടക്ക നടപടി എടുത്തതിനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കൾ നിലപാട് കടുപ്പിക്കുന്നത്. പ്രധാനമായും എ ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കത്തിലാണ് നടപടി ഉണ്ടായത് എന്ന അമർഷവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എം ഹസന്റെ വാക്കുകളിൽ എ ഗ്രൂപ്പിന്റെ നിലപാട് വ്യക്തമായിരുന്നു. അതേസമയം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചപ്പോൾ നടത്തിയ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. നിലവിലുണ്ടായിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഇത്രയും നടപടികൾ മതി, മറ്റൊന്നും വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ കടുത്ത നിലപാടെടുത്തിരുന്ന മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയ ആരും പരാതി നൽകാത്ത പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ നടപടി വേണ്ട, അല്ലെങ്കിൽ രാഹുലിന്റെ പ്രതിരോധം തീർക്കണമെന്ന നിലപാടിലേക്ക് ഇന്നലെ മുതിർന്ന ചില നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നിലയുറപ്പിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ അന്ന് അങ്ങനെ ഒരു നടപടി ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി മുഴുവൻ പ്രതിരോധത്തിലാകുമായിരുന്നെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽക്കുമായിരുന്നെന്നും ആ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഈ ആരോപണത്തിന്റെ മുന നീളുമായിരുന്നുവെന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരായ രണ്ടുപേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന, വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അടുത്ത ദിവസം തന്നെ കടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ശക്തി പ്രകടനമാക്കി ഇന്ത്യ സഖ്യം. പട്ന ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ പാർക്കിലേക്കുള്ള മാർച്ച് പുരോഗമിക്കുകയാണ്. ആയിരങ്ങളാണ് മാർച്ചിൽ അണിനിരക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെല്ലാം സമാപന സമ്മേളന വേദിയിൽ ഉണ്ടാകും.